അപ്പോൾ ശരിക്കും ഞാൻ 2 ദിവസമായി ഇവരിവിടെ കാണുന്നു, ഇവർ പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി ഒരു ക്യൂരിയോസിറ്റി കാരണം പുള്ളിനോട് വന്ന് ചോദിച്ചാണ്. വോളണ്ടിയർ ആയിട്ട് പുള്ളി ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 10 വർഷമായി എന്നാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പോലെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഫോറിനേഴ്സ് വന്നിട്ടാണ് ഇതിവിടെ ചെയ്യണമെന്നുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കാം, നമ്മുടെ നാട്ടിൽ വന്നിട്ട് അവർ ചെയ്യുന്നത്. എന്നാൽ ഇവിടെ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഉള്ള ഫുഡിനുള്ള സാധനങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഇവരുടെയും ഒരു കൺസെപ്റ്റ്. Workaway, and it's all around the world. You can do it in many countries. You volunteer for food and accommodation. I've done it in Thailand, Mexico. Oh, Nepal. nice. Yeah, it's community. Yeah, it's like community. ഞാനിവിടെ വന്നപ്പോൾ കണ്ടൊരു മനുഷ്യനാണ് ആൻഡ്രോ. ഒരു ഫോറിനറാണ്. അപ്പം ഞാനിങ്ങനെ പുള്ളി ഇവിടെ ഇങ്ങനെ കൃഷിയൊക്കെ ചെയ്യുന്നത് ഒക്കെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു, എന്താ നിങ്ങളിവിടെ കുറേ നാളായിട്ട് നിങ്ങളുടെ പ്ലേസ് ആണോ, ഇവിടെ ഉണ്ടോ എന്താണെന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർ ആക്ച്വലി വേൾഡ് വൈഡായിട്ട് ഒരു കമ്മ്യൂണിറ്റി പോലെ. അപ്പോൾ ഇവരിങ്ങനെ പല സ്ഥലങ്ങളിൽ പോയി താമസിക്കും. അവിടെ ഇങ്ങനെ അവിടെ വേണ്ട സാധനങ്ങളൊക്കെ കൃഷി ചെയ്യും, ഒരു ഫാമിംഗ് പോലെയൊക്കെ. അപ്പോൾ ഇങ്ങനെ കുറച്ച് ദിവസം എല്ലായിടത്തും പോയി നിന്ന് അവിടെ വേണ്ട സാധനങ്ങളൊക്കെ ചെയ്ത് പോകുന്ന ഒരു വോളണ്ടിയർ ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് പുള്ളി. ശരിക്കും പറഞ്ഞാൽ ഇവരെല്ലാം കുറേ ആളുകളുണ്ട് അങ്ങനെ. അപ്പോൾ ശരിക്കും ഞാൻ 2 ദിവസമായി ഇവരിവിടെ കാണുന്നു, ഇവർ പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി ഒരു ക്യൂരിയോസിറ്റി കാരണം പുള്ളിനോട് വന്ന് ചോദിച്ചാണ്. അപ്പോൾ ഇന്ന് കാലത്ത് നോക്കുമ്പോൾ പുള്ളി ഇവിടെ നിന്ന് ചാണകമൊക്കെ എടുത്തത് നമ്മുടെ ഇതിലിട്ടിട്ട് നേരെ കൊണ്ടേ അവിടെ വേണ്ട ചെടികൾക്ക് കാര്യങ്ങളൊക്കെ ഇട്ടുകൊടുക്കുക. അപ്പോൾ എല്ലായിടത്തും ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ എല്ലാ നാടുകളിലും ഉണ്ട്. നമ്മുടെ കേരളത്തിലും ഉണ്ട്. കേരളത്തിൽ മൂന്നാർ തേക്കടിയിലൊക്കെയാണ് പുള്ളി ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. എന്തായാലും പുള്ളിയെ കണ്ടതിലും ഇതൊക്കെ അറിഞ്ഞതിലും ഭയങ്കര സന്തോഷമുണ്ട്. എന്തായാലും പുള്ളിയുടെ ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു വോളണ്ടിയർ ആയിട്ട് പുള്ളി ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 10 വർഷമായി എന്നാണ് പറയുന്നത്, പല സ്ഥലങ്ങളിലായിട്ട്. എന്നാലും ഇവിടെ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ഇപ്പോൾ ഇവിടെ. സംഭവം ഇതൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ പുള്ളിയോട് സംസാരിച്ചൊക്കെ വന്നപ്പോൾ നേരെ തൂമ്പെടുത്ത് കൈ തന്നത് ഇതും എടുത്ത് തന്നിട്ടുണ്ട്. ഇനി ഇതും കൊണ്ട് അങ്ങോട്ട് വാ, എന്നിട്ട് ഫാം കാണിച്ചിട്ടാണെന്നാണ് പറയുന്നത്. എന്നാലും നമുക്ക് പോവാം. Butterfly plant, sweet potato, spinach. Huh? That's Asian spinach. They use it a lot in Thailand and Okay. stir fry. This is a climbing plant, flowering plant. It's called garlic wine. Garlic wine. ആക്ച്വലി നമ്മൾ പറയില്ലേ, നമുക്ക് വേണ്ട പച്ചക്കറികൾ നമ്മൾ തന്നെ ഉണ്ടാക്കാന്നൊക്കെ ഉള്ള ഒരു സാധനം നമ്മൾ അടുക്കള തോട്ടം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ പല ഡിഫറെൻറ്റ് സാധനങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഇതുകൊണ്ടോ ആക്ച്വലി നമ്മളിപ്പോൾ എന്താ പറയുക, സോഷ്യൽ മീഡിയ എല്ലാവരും യൂസ് ചെയ്യുന്ന പല സ്ഥലങ്ങളിൽ പല രീതിയിലൊക്കെ ഉപയോഗിക്കുന്നതും ടെറസിൻ്റെ മേളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഉള്ള സ്ഥലം മാക്സിമം യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇവർ തന്നെ ഇവിടെ എന്താ പറയുക ഉണ്ടോ, ഓടൊക്കെ വെച്ചിട്ട് ബൗണ്ടറി ഒക്കെ സെറ്റ് ചെയ്ത് നല്ല രസകരമായ ഇതൊക്കെ ചെയ്തിട്ടാണ് ഓരോന്നും ചെയ്തേക്കുന്നത്. അതും ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പോലെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഫോറിനേഴ്സ് വന്നിട്ടാണ് ഇതിവിടെ ചെയ്യണമെന്നുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കാം, നമ്മുടെ നാട്ടിൽ വന്നിട്ട് അവർ ചെയ്യുന്ന വെച്ചിരിക്കുന്നതൊക്കെ തക്കാളി, എന്താ പറയുക, നമ്മളുടെ കുമ്പളങ്ങ, വെള്ളരി, പിന്നെ നമ്മൾ സാമ്പാർ ചീരയൊക്കെ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ അവരതൊക്കെ ഭയങ്കരമായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ നാട്ടിൽ അത് കുപ്പച്ചീര എന്നൊക്കെ പറഞ്ഞിട്ട് കളയുന്നൊരവസ്ഥയാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവരിതൊക്കെ ഭയങ്കരമായിട്ട് പലതരത്തിലുള്ള ചീര, തക്കാളി, സ്ട്രോബെറി ഉള്ള സ്ഥലം ഇങ്ങനെ കുറച്ച് രസമായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവരിങ്ങനെ ഇടകാലത്തിൽ തന്നെയാണ് ഓരോന്നും വെച്ചേക്കുന്നത്. ഈ പറഞ്ഞ പോലെ നമ്മൾ അറിയാലോ, പുഴുക്കളും കീടങ്ങളൊക്കെ ഉള്ളതിനൊന്ന് ഇത് ചെയ്യാൻ വേണ്ടി. ഇതാണോ ഇവിടെ ലെമൺ ഗ്രാസ് ഉണ്ട്. അങ്ങനെ എല്ലാ സാധനങ്ങളും ഒന്ന് മിക്സ് ചെയ്തിട്ടേക്കാണ് ഇവരിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാണ്. ഒന്ന് നോക്കിയാൽ കാണാം. എന്തിനും നമ്മളത് എന്താ പറയുക, ശീമക്കൊന്ന എന്താ പറയുക, വേലിപ്പത്തൽ എന്നൊക്കെ പറയുന്ന സാധനം വരെ ഇവിടെയുണ്ട്. അപ്പോൾ കുരുമുളക്, പലതരം നാരങ്ങ, മുളക്, ഇവിടെ തന്നെ നമ്മുടെ വയലറ്റ് മുളക്, ഉണ്ടമുളകൊക്കെ ഉണ്ട്. വേണമെന്നോ, ഉണ്ടമുളക്, ഇത് വയലറ്റ് മുളക്,
ഇനി പലതരം സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവരിങ്ങനെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഉള്ള ഓരോ സ്പേസ് ഇവരിങ്ങനെ സെറ്റ് ചെയ്ത് വരുവാണ് ഭയങ്കരമായിട്ട്. ഞാനും എന്തായാലും ഇവിടുന്ന് 2 വിത്ത് എടുക്കുന്നുണ്ട്. സാധാരണ എവിടെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെടി പറിച്ചുകൊണ്ട് പോകാന്നുള്ളതും വിത്തുകളൊക്കെ എടുത്തുകൊണ്ട് പോകാന്നുള്ളതും ഒരു ശീലമായി തീർന്നുണ്ട് എൻ്റെ. അപ്പോൾ പക്ഷേ ദൂരെ യാത്രകളിലൊന്നും നമുക്കത് പോസിബിൾ അല്ലെങ്കിലും വിത്തുകളൊക്കെ പോസിബിളാണ്. പ്രത്യേകിച്ച് ഞാൻ ഒരു ഉണ്ടമുളകും വയലറ്റ് മുളകും ഇത് കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ട് കണ്ടുകൊണ്ട് എൻ്റെ കയ്യിൽ ഇല്ലാത്ത വേറൊരു ടൈപ്പ് കണ്ടുകൊണ്ട് എടുത്താണ്. എന്തായാലും കൊള്ളാം, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം എവിടെ ചെല്ലുമ്പോഴും ചെടികളും ഒക്കെ ഇഷ്ടമുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു പെട്ടെന്ന് ഈ കാര്യങ്ങളിലേക്കൊക്കെ എൻ്റെ ശ്രദ്ധ പോകുന്നത്. പ്രത്യേകിച്ച് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഫോറിനേഴ്സൊക്കെ കൃഷി ചെയ്യണ കാണുമ്പോഴത്തേക്കും അവർക്കത് ചെയ്യാനുള്ള ആ ഒരു ഇതുണ്ടല്ലോ. അവരുടെ നാട്ടിൽ ഇപ്പം നമ്മൾ വീഡിയോസിലൊക്കെ കാണാറില്ലേ, എന്നൊരു സഞ്ചാരി പോലത്തെയുള്ള വീഡിയോസിലൊക്കെ സഫാരി ചാനലിൻ്റെ സഞ്ചാരിയിൽ ചേട്ടൻ നമ്മളെ ഇപ്പോൾ പണ്ട് മുതലേ ഞാൻ കാണുന്ന ഒരു വീഡിയോസൊക്കെ അതിലിങ്ങനെ കാണാറുണ്ട്. എല്ലായിടത്തും ഭയങ്കര ഗ്രീനറി സൂക്ഷിക്കുകയും ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീനായി സൂക്ഷിക്കുകയൊക്കെ ചെയ്യുന്നത്, പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന ആളുകൾ എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ അവർ നമ്മുടെ നാട്ടിൽ വന്നിട്ട് നമ്മളെ പഠിപ്പിച്ചു തരുവാണ്, പ്ലീസ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്ത് ജീവിക്കൂ എന്നുള്ള രീതിയിൽ. എന്നിട്ടും നമ്മൾ മലയാളികൾ നന്നായില്ലെങ്കിൽ ഭയങ്കര മോശമാണ് കേട്ടോ. അറ്റ്ലീസ്റ്റ് നമുക്കുള്ള ഫുഡിനുള്ള സാധനങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഇവരുടെയും ഒരു കൺസെപ്റ്റ്. അല്ലെങ്കിൽ അയാമേ പരദേശി 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 ജാനാ നഹീ അരെ ജാനാ നഹീ. വെരി ഗുഡ്. ഇത് കാലത്ത് തന്നെ ഒന്ന് ജസ്റ്റ് നടക്കാനിറങ്ങിയ സമയത്ത് കിട്ടിയ ഒരു വ്യൂ ആണ് ശരിക്കും ഈ വീഡിയോയിലേക്ക് എത്തിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല നല്ല വീഡിയോകൾ അത് നമുക്ക് അതിൽ നിന്ന് എന്ത് കിട്ടും, നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടും. നമുക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു ത്വര ലഭിക്കുമല്ലേ. അപ്പോൾ അങ്ങനെയുള്ള നല്ല നല്ല വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, എൻ്റെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ടേക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള അടിപൊളി വീഡിയോസായിട്ട് ഇനിയും വരാം.